ഗുരുവായൂർ ആനയോട്ടത്തിലേക്ക് പരിഗണിക്കുന്ന 12 ആനകളുടെ പട്ടികയ്ക്ക് ആനയോട്ട ഉപസമിതി അംഗീകാരം നൽകി. മാർച്ച് 10-നാണ് ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ ആനയോട്ടം. നന്ദൻ, വിഷ്ണു, ദേവദാസ്, രവികൃഷ്ണൻ, ഗോപികൃഷ്ണൻ, ഗോപികണ്ണൻ, ചെന്താമരാക്ഷൻ, സിദ്ധാർത്ഥൻ, ദേവി, ദാമോദർദാസ്, ബാലു, അയ്യപ്പൻകുട്ടി എന്നീ ആനകളാണ് പ്രാഥമിക പട്ടികയിലുള്ളത്. ഇതിൽ നിന്ന് 10 ആനകളെ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തും. നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 3 ആനകളെയാണ് ആനയോട്ടത്തിൽ പങ്കെടുപ്പിക്കുക. 2 ആനകളെ കരുതലായി നിർത്തും. മാർച്ച് 9-ന് ബ്രഹ്മകലശം കഴിഞ്ഞ ഉടൻ ഉച്ചപൂജയ്ക്ക് മുൻപായി ക്ഷേത്ര കിഴക്കേ ദീപസ്തംഭത്തിന് മുന്നിലാണ് നറുക്കെടുപ്പ്. മാർച്ച് 10-ന് വൈകിട്ട് 3-ന് മഞ്ജുളാലിന് സമീപത്ത് നിന്ന് ആനയോട്ടം ആരംഭിക്കും. ശംഖ് വിളിക്കുന്നതോടെ ഓട്ടം തുടങ്ങും. ആദ്യം ഗോപുരനട കടക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. ക്ഷേത്രത്തിനകത്തേക്ക് ഒരു ആനയെ മാത്രമേ നിലവിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. ആനയോട്ടത്തിന് ശേഷം കുന്നത്തൂർ കോട്ടയിൽ വിശേഷാൽ ആനയൂട്ടും നടക്കും. അപ്പോൾ എന്താണ് ഗുരുവായൂർ ആനയോട്ടം? എല്ലാവർക്കും അത് അറിയണമെന്നില്ല. തൃശൂർ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു അസാധാരണ കാഴ്ചയാണ് ആനയോട്ടം. ഏറ്റവും വലിയ കരസസ്തനികൾ അതിശയിപ്പിക്കുന്ന വേഗതാ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഈ പരിപാടി കുംഭമാസത്തിൽ, അതായത് ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ആഘോഷിക്കുന്നത്. 10 ദിവസം നടക്കുന്ന ഗുരുവായൂർ ഉത്സവം പുരാതന സാമൂതിരിയുടെയും കൊച്ചി രാജാവിന്റെയും കാലഘട്ടത്തിലാണ് ഈ പാരമ്പര്യം ഉത്ഭവിച്ചതെന്നാണ് ഐതിഹ്യം. നേതാക്കൾ തമ്മിലുള്ള സംഘർഷമായി ആരംഭിച്ചത് ഇപ്പോൾ ഒരു പ്രിയപ്പെട്ട ആചാരമായി മാറിയിരിക്കുന്നു. ഏകദേശം 12,000 പൗണ്ട് ഭാരമുള്ള ആനകൾ അടുത്ത വർഷത്തെ പ്രത്യേക അവസരങ്ങളിൽ ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിന്റെ പ്രതിരൂപമായ തിടമ്പ് ഏതാണെന്ന് വഹിക്കേണ്ടതെന്ന് നിർണ്ണയിക്കാൻ മത്സരിക്കുന്നു. ദക്ഷിണേന്ത്യയുടെ ദ്വാരക എന്നറിയപ്പെടുന്ന ഗുരുവായൂർ കേരളത്തിലെ ഒരു പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണ്. ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം ഈ സ്ഥലത്തെ ഭക്തർക്ക് ഒരു പുണ്യ സ്ഥലമാക്കി മാറ്റുന്നു. ഗുരുവായൂർ ആനയോട്ടം ക്ഷേത്രത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒരു സവിശേഷ സംഭവമാണ്. കൂടാതെ ഈ ശ്രദ്ധേയമായ മത്സരം കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വലിയൊരു ജനക്കൂട്ടത്തെ ആകർഷിക്കുകയും ചെയ്യുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള മഞ്ജുളാലിൽ നിന്ന് മത്സരം ആരംഭിച്ച് ക്ഷേത്രത്തിന്റെ കിഴക്കേ കവാടത്തിൽ അവസാനിക്കുന്നു. കടമണികൾ കൈമാറുന്നതോടെയാണ് ആചാരം ആരംഭിക്കുന്നത്. തുടർന്ന് അദ്ദേഹം അവ പങ്കെടുക്കുന്ന ആനകളുടെ പാപ്പാന്മാർക്ക് കൈമാറുന്നു. മണികൾ കൊണ്ട് അലങ്കരിച്ചു കഴിഞ്ഞാൽ മാരാറൂതുന്ന ശംഖ് ശബ്ദം കേട്ടാണ് ആനകൾ ഓട്ടം ആരംഭിക്കുന്നത്. 7 ചുറ്റുകൾ പൂർത്തിയാക്കി കിഴക്കേ കവാടം കടക്കുന്ന ആദ്യത്തെ ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. തുടർന്ന് വർഷത്തിലെ എല്ലാ പ്രത്യേക ക്ഷേത്ര അവസരങ്ങളിലും തിടമ്പ് വഹിക്കുന്നതിന്റെ ബഹുമതി ഈ ആനയ്ക്ക് ലഭിക്കുകയും വലിയ ബഹുമാനത്തോടെ പെരുമാറുകയും ചെയ്യുന്നു. ഗുരുവായൂർ ആനയോട്ടം സംബന്ധിച്ച ഒരു കൗതുകകരമായ ഇതിഹാസത്തിൽ തൃക്കണ മതിലകം ക്ഷേത്രം ഉൾപ്പെടുന്നു. ഒരു കാലത്ത് ഗുരുവായൂർ ഉത്സവത്തിൽ ഉപയോഗിച്ചിരുന്ന ആനകളെ അവർ സ്വന്തമാക്കിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര അധികാരികൾ ആവശ്യമായ പണം നൽകുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ആനകൾ അത്ഭുതകരമായി സ്വതന്ത്രരായി സ്വന്തം ഇഷ്ടപ്രകാരം ഗുരുവായൂരിലേക്ക് ഓടി ഗുരുവായൂരപ്പന് അർപ്പിക്കുന്നത് പോലെ ക്ഷേത്രത്തിലെത്തി. മഞ്ജുള ആൽത്തറയിൽ നടന്ന ഈ പരിപാടി ആദ്യത്തെ ആനയോട്ടമായി അടയാളപ്പെടുത്തി വർഷം തോറും അനുസ്മരിച്ചു വരുന്നു. ഒരു കാലത്ത് തൃക്കണ മതിലകത്തിന്റെ ഉപക്ഷേത്രമായിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ 50-ലധികം ആനകളുണ്ട്. അത് ഗംഭീരമായ കുന്നത്തൂർ കോട്ടയിലാണ്. ആനയോട്ടം ക്ഷേത്രത്തിന്റെ സമ്പന്നമായ ചരിത്രത്തെ എടുത്തു കാണിക്കുക മാത്രമല്ല, കേരളത്തിന്റെ ആഴമേറിയ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തെ പ്രതീകപ്പെടുത്തുന്നു. 10 ദിവസത്തെ ഉത്സവം ആറാട്ട് ചടങ്ങോടെ അവസാനിക്കുന്നു. ഇത് ഊർജ്ജസ്വലവും ആത്മീയവുമായി ഉത്തേജിപ്പിക്കുന്നതുമായ പരിപാടികളുടെ ഒരു പരമ്പരയ്ക്ക് സമാപനം കുറിക്കുന്നതാണ്.